ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു 2 ടയർ കേക്കിൻ്റെ വീഡിയോ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ഫുള്ളായി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതായത് ബേക്കിങ്ങും ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷൻസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു കേക്കിൻ്റെ ടോട്ടൽ വെയിറ്റ് 2 കിലോ ആണ്. ഫ്ലേവർ ആണെങ്കിൽ പൈനാപ്പിൾ ഫ്ലേവർ ആണ്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോയാലോ? അതിനായി ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് റെഡിയാക്കി വയ്ക്കാം. അതിനുവേണ്ടി ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അതിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ മൈദ റിമൂവ് ചെയ്ത് അവിടെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് നന്നായി അരിച്ചെടുക്കുക. ഒന്നുകിൽ ഒരു തവണ അരിച്ച് വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ 3 തവണ അരിച്ചെടുക്കുകയോ ചെയ്യണം. എന്നിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. 2 kg കേക്ക് ആയതിനാൽ 8 മുട്ടയാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള 8 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 2 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് എഗ്ഗ് നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. കൂടാതെ 2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഹാൻഡ് ബീറ്ററിൽ ചെയ്യുന്നവരാണെങ്കിൽ പഞ്ചസാര കുറേശ്ശെ ഇട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. അങ്ങനെ എഗ്ഗ് ഇവിടെ ഫ്ലഫി ആയി വന്ന് ഓഫ് വൈറ്റ് കളറായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ മാക്സിമം 40 സെക്കൻഡ് മാത്രമേ ബീറ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഓയിലും എഗ്ഗും തമ്മിൽ നന്നായി മിക്സ് ആയ ശേഷം ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി അരിപ്പയിലൂടെ ചേർക്കാം. അരിപ്പയിലൂടെ അരിച്ചു ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൊങ്ങി വന്ന എഗ്ഗിലേക്ക് വളരെ സാവധാനം മാത്രമേ ഫ്ലോർ വീഴുകയുള്ളൂ. അതിനുശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് ഫ്ലോർ വളരെ സാവധാനം മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ വളരെ സാവധാനം മാത്രമേ മിക്സ് ചെയ്തെടുക്കാൻ പാടുകയുള്ളൂ. അല്ലെങ്കിൽ പൊങ്ങി ഫ്ലഫി ആയി വന്ന എഗ് ഒക്കെ താഴ്ന്നു പോകും. വീഡിയോ ലെങ്തി ആവുന്നതിനാൽ ഞാൻ കുറച്ച് സ്പീഡിലായിട്ടാണ് ഫ്ലോർ മിക്സ് ചെയ്യുന്നത് കാണിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് വരെ ഞാൻ വളരെ സാവധാനം മാത്രമേ ഫ്ലോർ മിക്സ് ചെയ്യുന്നുള്ളൂ. ആദ്യത്തെ ട്രിപ്പ് ഫ്ലോർ മിക്സ് ആയ ശേഷം എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് പാലിൽ നിന്ന് കുറച്ചു പാൽ എഗ് മിക്സറിൽ ചേർത്ത് നന്നായി വളരെ സാവധാനം മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ബാക്കിയുള്ള ഫ്ലോറും പാലും ആൾട്ടർനേറ്റായി ചേർത്ത് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ലാസ്റ്റ് ബാറ്റർ മിക്സിംഗ് അവസാനിക്കാറാകുമ്പോൾ ഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്ത് വേണം അവസാനിപ്പിക്കാൻ. ഫ്ലോർ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചില ഉപയോഗിച്ച് നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബാറ്ററിന്റെ അടിയിൽ മിക്സ് ആവാതെ ഫ്ലോർ കിടക്കുകയാണെങ്കിൽ സ്പാച്ചുല വെച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോൾ മിക്സ് ആവാത്ത ഫ്ലോർ കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. 2 kg 2 ടയർ കേക്ക് ആയതിനാൽ ഞാനിവിടെ 2 6 ഇഞ്ച് ടിന്നിലും 2 8 ഇഞ്ച് ടിന്നിലുമായാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്താൽ കേക്കിൽ നിന്ന് കൂടുതൽ ലെയർ കട്ട് ചെയ്തെടുക്കാൻ കിട്ടുകയും കേക്കിന് നല്ല ഹൈറ്റ് ഉണ്ടാവുകയും ചെയ്യും. ബാറ്റർ എല്ലാം 4 ടിന്നിലും ഒഴിച്ചെടുത്ത ശേഷം ഓരോ ടിന്നും നന്നായി ടാപ്പ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായി വയ്ക്കാം. 3 എണ്ണം ഓവനിലും 1 ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചുമാണ് കേക്കുകളെല്ലാം ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്.
ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് മുന്നേ പ്രീഹീറ്റ് ചെയ്തെടുത്ത ശേഷം 160 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ 10 മിനിറ്റ് മുന്നേ ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച അലുമിനിയം ചെമ്പിൽ ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ കേക്കുകളും നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. 8 ഇഞ്ച് ടിന്നുകളിൽ നിന്ന് ടോട്ടൽ 4 ലെയറും 6 ഇഞ്ച് ടിന്നുകളിൽ നിന്ന് ടോട്ടൽ 6 ലെയറുമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് തുടങ്ങാം. 12 ഇഞ്ചിന്റെ ബേസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ബേസിന് മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് അതിന് മുകളിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെക്കാം. അതിനെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പിൽ കുറച്ച് പൈനാപ്പിൾ ക്രഷ് കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ലെയറിൽ അപ്ലൈ ചെയ്യാനുള്ള ക്രീമിലും ക്രം കോട്ട് ചെയ്യാനുള്ള ക്രീമിലും കൂടി പൈനാപ്പിൾ ക്രഷ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രീം അപ്ലൈ ചെയ്ത ശേഷം അതിന് മുകളിലായി കുറച്ച് പൈനാപ്പിൾ ക്രഷ് ചേർത്ത് നന്നായി സ്പ്രെഡ് ചെയ്യുക. അതിന് മുകളിലായി ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് കൂടി സ്പ്രെഡ് ചെയ്യാം. ഇങ്ങനെ തന്നെ ഓരോരോ ലെയറും റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ആദ്യം ഫ്രോസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് 8 ഇഞ്ച് ടിന്നിൽ ചെയ്ത കേക്കാണ്. അതിൽ ടോട്ടൽ 4 ലെയർ ആണല്ലോ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 4ാമത്തെ ലെയർ കേക്കും കൂടി വെച്ച് നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം. കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് സെറ്റ് ആവാനായി ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കാം. ഇനി ചെറിയ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായി തുടങ്ങാം. അതിനായി ടേൺ ടേബിളിന് മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് അതിനെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്യാം. അതിന് മുകളിലായി ക്രീം അപ്ലൈ ചെയ്ത് ലെയറിൽ കുറച്ച് പൈനാപ്പിൾ ക്രഷും ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റും വെച്ച് നന്നായി സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലെയറുകളെല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ ലാസ്റ്റ് ലെയർ കേക്ക് കൂടി വെച്ച് അതിനെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്ത് മുകളിലും സൈഡിലുമായി കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് നന്നായി ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തെടുത്ത കേക്ക് സെറ്റ് ആവാനായി 10-15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോഴേക്കും നമുക്ക് ആദ്യം സെറ്റ് ആവാനായി ഫ്രിഡ്ജിലേക്ക് വെച്ച കേക്ക് എടുത്ത് ഫൈനൽ കോട്ട് ചെയ്യാം. ബ്ലൂ കളർ ക്രീമിലാണ് കേക്ക് ചെയ്യേണ്ടത്. അങ്ങനെ കേക്കിന്റെ മുകളിലും സൈഡിലുമായി നല്ല രീതിയിൽ തന്നെ ക്രീം അപ്ലൈ ചെയ്ത് ഫൈനലൈസിങ് ചെയ്തെടുക്കാം. 2 ടയർ കേക്ക് ആയതിനാൽ 2 കേക്കും മിനിമം 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായി വയ്ക്കണം. എങ്കിൽ മാത്രമേ കേക്ക് സ്റ്റാക്ക് ചെയ്യുന്ന ടൈമിലും ഡെലിവറി ചെയ്യുന്ന ടൈമിലും നല്ല സേഫായി ഇരിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ കേക്ക് ഫൈനലൈസിങ് ചെയ്തെടുക്കാം. അതിനായി കേക്കിന്റെ മുകളിലും സൈഡിലും ക്രീം അപ്ലൈ ചെയ്ത് നന്നായി നല്ല രീതിയിൽ ഫൈനലൈസിങ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ കേക്കും 5 മണിക്കൂർ സെറ്റ് ആവാനായി ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം.
5 മണിക്കൂറിന് ശേഷം കേക്ക് ഡെക്കറേഷൻ ചെയ്യാനായി എടുക്കാം. കസ്റ്റമർ തന്ന റെഫറൻസ് പിക്കിൽ 2 കേക്കിലും ചോക്ലേറ്റ് ഗനാഷിൻ്റെ ഡ്രിപ്പിംഗ് ഉണ്ടായിരുന്നു. അതിനാൽ ഞാൻ 2 കേക്കിലും ഡ്രിപ്പിംഗ് നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായി ഒരു 10-15 മിനിറ്റ് വച്ചു. ഇനി കേക്ക് സ്റ്റേക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനാൽ കേക്കിൻ്റെ മുകളിൽ കേക്കിൻ്റെ അതേ ഹൈറ്റിൽ 4 സ്റ്റിക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് താഴെയുള്ള കേക്കിന് മുകളിൽ ടോപ്പ് ലെയർ കേക്ക് വളരെ ശ്രദ്ധയോടെ എടുത്തു വയ്ക്കാം. അതിനുശേഷം 2 കേക്കിൻ്റെയും ഹൈറ്റിൽ ഒരു സ്റ്റിക്ക് ഇറക്കി വയ്ക്കാം. എൽസ തീമിലാണ് കസ്റ്റമർ കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ ഡെക്കറേഷൻസായി കേക്കിലേക്ക് വയ്ക്കാം. ഈ ഡെക്കറേഷൻസ് എല്ലാം പേപ്പർ പ്രിന്റ് ആണ്. അതിനുശേഷം കേക്കിൻ്റെ സൈഡിലെല്ലാം ക്രീം കൊണ്ട് ബോർഡർ ഡെക്കറേഷൻ കൊടുക്കാം. കൂടാതെ കുറച്ച് ഫോണ്ടന്റ് ഡെക്കറേഷൻസും കൂടി ഉണ്ടായിരുന്നു. കുറച്ച് ഫോണ്ടന്റ് ഫ്ലവേഴ്സ് മുകളിലും താഴെയുമായി വയ്ക്കാം. പിന്നീട് സ്നോ ഫ്ലേക്സ് കൂടി ഫോണ്ടന്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കി വയ്ക്കാം. എൻ്റെ കയ്യിൽ സ്നോ കട്ടർ ഇല്ലാത്തത് കാരണം ഞാൻ ഏകദേശം ഒരു രൂപം വരുന്ന ഫ്ലവർ കട്ടർ ഉപയോഗിച്ചാണ് സ്നോ ഫ്ലേക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡെക്കറേഷൻസ് എല്ലാം വെച്ചു കഴിഞ്ഞതിന് ശേഷം കേക്കിന് ഫുള്ളായി കുറച്ച് ഷുഗർ ബോൾസ് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം കേക്ക് ബോർഡിന് മുകളിൽ ഫോണ്ടന്റിൽ കട്ട് ചെയ്തെടുത്ത നെയിം കൂടി വയ്ക്കാം. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കേക്കും ഡെക്കറേഷൻസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.